ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവിനെ കൊണ്ടിട്ട് വരുന്ന മെറൈറ്റൽ ഇഷ്യൂസുകളുടെ പറ്റിയിട്ടാണ്. ഒരു 2-3 കേസ് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, കേസ് ഡയറീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കേസ് ഡയറിയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ കേസ് ഡയറിയിലും സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവിനെ കൊണ്ട്, സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിനെ പറ്റിയും സെക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സെക്ഷൽ പ്രാക്ടീസിൽ എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റൂല, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു ധാരണ ആൾക്കാർക്ക്, അത് ഒന്നാമത്തെ കേസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഒരു വയസ്സ് ഞാൻ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല, എന്താ വെച്ചാൽ പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്തുകൊണ്ട് അവരുടെ കേസാണെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുമാണല്ലോ കേസ് സ്റ്റഡീസ് എനിക്ക് പറയാനായിട്ട്. അപ്പം അതിനെക്കൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു 30-40 വയസ്സ് പ്രായത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു പുരുഷൻ. ഓക്കെ, ഇയാൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണാൻ വരുന്നത്. അയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 10-20 വർഷത്തിന് ശേഷമാണ് അയാൾ എന്നെ കാണാൻ വരുന്നത്. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു ചെറുപ്പകാലത്തിൽ നടന്ന കുറച്ച് ഇഷ്യൂസുകൾ, അയാൾ ആദ്യം വേറൊരു കല്യാണം കഴിച്ചിരുന്നു. ഇപ്പം രണ്ടാമത്തെ ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഭാര്യയും കുട്ടിയായിട്ടുള്ള ലൈഫിലും കുറച്ച് സെക്ഷൽ ഇഷ്യൂസ്, മെറൈറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനെ കൊണ്ടിട്ട് ഇയാളുടെ പാസ്റ്റ് ഒരു സ്റ്റോറി എന്നോട് പറയായിരുന്നു. അപ്പോൾ ഇയാൾ ഫസ്റ്റ് കല്യാണം കഴിച്ച സമയത്തിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്ത്രീയുടെ ഡ്രസ്സൊക്കെ ഊരി കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാൾ ആകെ ഒന്ന് ഞെട്ടി, ആകെ ഈ സ്ത്രീയുടെ ശരീരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ള പോലെ മനസ്സിലാക്കി. പക്ഷെ സെക്ഷൽ ലൈഫൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള സെക്ഷൽ കാര്യങ്ങളൊക്കെ ഇയാൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പൊസിഷൻസ് ഒക്കെ മാറ്റി നോക്കിയിട്ടുണ്ട്, എല്ലാ രീതിയിലും സത്യം പറഞ്ഞ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സെക്ഷൽ ലൈഫൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സെക്സ് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഭാര്യനോട് പറഞ്ഞു, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല നീയുമായിട്ടുള്ള സെക്ഷൽ ലൈഫിൽ. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തേ? നിൻ്റെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ കറുത്ത അടയാളങ്ങളുണ്ട്, അതെനിക്കിഷ്ടമായില്ല, സെക്ഷൽ ലൈഫിന് അതൊന്നും പാടില്ല, നല്ല ഭംഗിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 2-3 മാസം ഇയാൾ ഇങ്ങനെ വൈഫിനോട് ഈ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവക്ക് മനസ്സിലായില്ല എന്താണ് ഈ സംഭവം, എന്ത് പാടുകളാണ്, എൻ്റെ ശരീരത്തിൽ എവിടെയാണ് പാടുകളുള്ളത്, നിങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ് ഇവള് വൈത്താലെ കുറേ ചോദിച്ചു. അങ്ങനെ ഇയാളുടെ പെങ്ങളുടെ ഹസ്ബൻഡ് ഇയാളുമായിട്ട് ഭയങ്കര കൂട്ടായി, ഇയാളുടെ ചങ്ങായി ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പെങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെയൊക്കെ അപ്പോൾ ആ ചങ്ങായിനോട് ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഇത് നോക്ക് അവളുടെ ചില സ്ഥലങ്ങളിലൊക്കെ കറുത്ത പാടുകളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ കളിയാക്കിയിട്ട്, ഈ ബ്രദറിലോ കളിയാക്കിയിട്ട് പറഞ്ഞാൽ നിന്നെ പറ്റിച്ചതാ അവര് എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കി ചിരിച്ച്. ഇയാളിതും കേട്ട് ആകെ സീരിയസ് ആയി. ബ്രദറിലോ അത് തമാശയായിട്ട് എടുത്ത, പക്ഷെ ഇയാൾ ഇതാകെ കേട്ട് സീരിയസ് ആയി, ഇവളെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ഇയാൾ തലാക്ക് ചൊല്ലി ഇവളെ ഒഴിവാക്കിയൊക്കെ ചെയ്തു. ആ കുട്ടിക്ക് എന്തിനാ ഇയാളെ ഒഴിവാക്കിയെന്നോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവൻ വേറൊരു കല്യാണമൊക്കെ കഴിച്ചു. ആ കല്യാണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നീട് കുറേ സുഹൃത്തുക്കളായിട്ട് കുറേ സെക്ഷൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവനൊരു വലിയ സത്യം തിരിച്ചറിയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വിചാരം നമ്മൾ ഈ പോൺ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ എല്ലാ സ്ത്രീകളുടെ കക്ഷത്തിലും യോനി ഭാഗത്തിലൊക്കെ എപ്പോഴും വെളുത്ത് നല്ല ഫെയർ ആയിട്ട് നല്ല ഒരു പാടും ഒരു അടയാളവും ഇല്ലാണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇവളുടെ അങ്ങനത്തെ ഏരിയാസിൽ, പെൽവിക് ഏരിയാസിലും തൊടേൻ്റെ ഭാഗത്തിലൊക്കെ ചെറിയ രീതിയിലേക്കൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് ഇവൻ വിചാരിച്ചു ഇത് ഈ പെണ്ണിന് മാത്രമുള്ള ഒരു ഡിഫക്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ലേ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആ ഏരിയയിലെല്ലാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലും കടലോര പ്രദേശത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ ഇതേപോലെ കക്ഷത്തിലും അല്ലെങ്കിൽ തൊടയുടെ ഇടയിലും പെൽവിക് ഏരിയേൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കറുത്ത ഷെയ്ഡിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലരുടെ ആ ഭാഗങ്ങളൊക്കെ കുറച്ച് കറുത്തിട്ടായിരിക്കും, മുഖത്തിൻ്റെ കളറൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ഈ കാണുന്ന ഫോൺ വീഡിയോയിലും ബ്ലൂ ഫിലിംസിലൊന്നും കാണുന്ന പോലെ അല്ല, എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവും. ഈ പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ കുറേ ക്ലാസ് എടുക്കാനും സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, എപ്പോഴും നിങ്ങൾ ബാത്റൂമിൽ പോയാൽ മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ടവലോണ്ടോ ടിഷ്യൂ കൊണ്ടോ ഒപ്പി തുടച്ച് നനവ് പോക്കിയിട്ട് വേണം നിങ്ങൾ പാൻറ്റീസ് ഇടാനായിട്ട് അല്ലെങ്കിൽ പാൻറ് ഇടാനായിട്ട്. അങ്ങനെ നനവോട് കൂടി ഇങ്ങോട്ട് അങ്ങോട്ട് പോയി വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നനവോട് കൂടി വെക്കുമ്പോൾ ആ ഈർപ്പം നമ്മൾ തൊടയുടെ ഇടയിൽ നിന്നിട്ട് ചൂട് ക്രിയേറ്റ് ആവുകയും അവിടെ നമ്മുടെ പാൻറ്റീസുകളൊക്കെ ചൂടാവുകയും ആ ഒരു പിന്നെ ഈർപ്പം ചൂടുള്ള ഒരു രീതിയിലേക്കൊരു അവിടുത്തെ ഭാഗങ്ങളൊക്കെ കറുക്കാനായിട്ടും ഒക്കെ സാധ്യത ഉണ്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ക്ലാസ്
എടുത്ത് കൊടുക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, മാഡം എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്, അവളെ ഒഴിവാക്കണ്ടായിരുന്നു. പിന്നെ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ആയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഈ കാര്യം. എനിക്കിപ്പോൾ ഭയങ്കര കുറ്റബോധം, എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇവളെ ഇപ്പോൾ ഒഴിവാക്കണ്ടായിരുന്നു. അവളെ വീണ്ടും തിരിച്ച്, അവൾ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അതിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ വീണ്ടും തിരിച്ച് ഞാൻ രണ്ടാം വിവാഹം ചെയ്യാനൊരു ചാൻസ് ഉണ്ടോ, അപ്പോൾ ഈ ഭാര്യനോട് ഞാൻ എന്ത് പറയും എന്നൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ടാണ് അയാൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവും ഈ മാഗസിൻസ് വായിച്ചിട്ടും അല്ലെങ്കിൽ പോൺ വീഡിയോ കണ്ടിട്ടും അത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് അതേപോലെ തന്നെയുള്ള ബോഡി ഷേപ്പും സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒരു അങ്ങനത്തെ ഒരു വിവരമില്ലായ്മേനെ കൊണ്ടിട്ട്, അതായത് ഈ ഒരു സത്യം അവന് ഓൾറെഡി ഈ ഒരു സത്യം അവന് അറിയുമായിരുന്നെങ്കിൽ ഈ ഒരു മാരേജ് ലൈഫ് ഇങ്ങനെ കുളമാവില്ലായിരുന്നു. അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വിചാരം സെക്സ് എങ്ങനെയാ ചെയ്യാമെന്ന്, എന്തിനാ പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഇത് മനുഷ്യനായാലും മൃഗമായാലും ഒക്കെ എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യാൻ അറിയുന്ന കാര്യമാണ്. ഇത് ചെയ്യാൻ പഠിപ്പിക്കലല്ല സെക്ഷൽ എഡ്യൂക്കേഷൻ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ നോളേജുകൾ, ഇൻഫർമേഷൻസ്, ഇതും അറിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് ഈ ഫസ്റ്റ് നൈറ്റിൽ ഹൈമൻ പൊട്ടിയില്ല അല്ലെങ്കിൽ ബ്ലഡ് വന്നില്ല, അപ്പോൾ അവൾ വേറെ ആരുമായിട്ട് സെക്ഷൽ ഇൻട്രോകോഴ്സ് മുമ്പ് നടന്നിട്ടുണ്ടെന്ന് ഹസ്ബൻഡുമാർക്ക് ഡൗട്ട് വരിക, അങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ടുകൾ. അപ്പോൾ ഈ സൈക്കിൾ ചവിട്ടുന്ന കുട്ടികളും ഓടുന്ന കുട്ടികളും സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന, ഒന്നുമില്ലെങ്കിൽ കാലുകൊണ്ട് നിലം തുടയ്ക്കുന്ന കുട്ടികൾ, അങ്ങനെ കാലിൻ്റെ മൂവ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ എക്സസൈസ് ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികൾ, നല്ലോണം ഒന്ന് ആഞ്ഞു നടക്കുന്ന പെൺകുട്ടികൾക്ക് വരെ ചിലപ്പോൾ ഹൈമൻ എന്ന് പറഞ്ഞ രക്തത്തിൻ്റെ പാളിയാണ്, ഒരു വെജൈനലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അത് ഫസ്റ്റ് ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ പൊട്ടും. പണ്ട് കാലത്തൊക്കെ വെള്ള വിരിപ്പ് വിരിക്കുകയും ഫസ്റ്റ് നൈറ്റിൽ ആ ഒരു രക്തക്കറ കണ്ടിട്ടുണ്ടെങ്കിലും ആണ് അമ്മായിയമ്മയും വീട്ടുകാരും ഈ പെണ്ണ് വിർജിനാണ് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലം. കുറേ കാലങ്ങളായിട്ട് ഈ ഹൈമൻ എല്ലാവർക്കും പൊട്ടണം എന്നില്ല ഫസ്റ്റ് നൈറ്റിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ്റെ കുറവിനെ കൊണ്ടിട്ട് എന്നെ ഫസ്റ്റ് നൈറ്റിൽ ഹൈമൻ പൊട്ടിയില്ല, രക്തം വന്നില്ല, അതിനെ കൊണ്ടിട്ട് ഞാൻ അവളെ ഒഴിവാക്കി, അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. നമുക്ക് വേറൊരു കേസ് ഡയറിയിലേക്ക് കടക്കാം. അതിലൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവിനെ കൊണ്ടിട്ട് ഇവളുടെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പെൺകുട്ടീൻ്റെ വിചാരം ഇവളുടെ ഫ്രണ്ട്സോ ആരൊക്കെയോ ഇവളോട് പറഞ്ഞു കൊടുത്തതോ ഇവൾ എവിടുന്നോ വായിച്ചതോ എന്തോ ആണ്, ഇവളുടെ ഫ്രണ്ട്സ് ആരൊക്കെയോ ഇവൾക്ക് പറഞ്ഞു കൊടുത്തതോ ഇവൾ എവിടുന്നോ വായിച്ചതോ ഒക്കെയാണ്, അതായത് ഡെയിലി സെക്സ് ചെയ്യണം എന്നുള്ള ഒരു സാധനം. അപ്പം ഡെയിലി എല്ലാവരും സെക്സ് ചെയ്യും, സെക്സ് എല്ലാവരും രാത്രിയായി കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് സെക്സ് വേണം, അപ്പം നമ്മൾ നിന്ന് കൊടുക്കണം, എന്ത് വയ്യെങ്കിലും നമ്മൾ സെക്സ് ചെയ്യണം, ഡെയിലി സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹസ്ബൻഡുമാർക്ക് സ്നേഹമുള്ളൂ എന്നാണ് ഇവൾക്ക് അറിയുന്നത്. അപ്പോൾ ഇവള് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെയുള്ള എനിക്കിപ്പോൾ കറക്റ്റ് അവളുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ പോലത്തെ ഒരു നല്ലൊരു പ്രൊഫഷനൊക്കെ ആയിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവളുടെ ഒരു കോൺസെപ്റ്റിൽ, ഇവളുടെ മനസ്സിലാക്കലിൽ ഇവൾ ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഇവളുടെ കസിൻസും ഒക്കെ എല്ലാ ദിവസവും സെക്സ് ചെയ്യുന്ന ആൾക്കാർ. ഇവൾ ചിലപ്പോൾ 1-2 പേരോടെ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഇവൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ ദിവസവും എല്ലാവരും സെക്സ് ചെയ്യണം, അത് നിർബന്ധമാണെന്ന്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, മാഡം എല്ലാവരും എല്ലാ ദിവസവും സെക്സ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി ഇവർ വന്നത് വേറൊരു കാര്യത്തിനാണ്. എൻ്റെ ഹസ്ബൻഡിന് എന്നോട് സ്നേഹമില്ല, എന്നോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഇതിനൊക്കെ കാരണം ഇങ്ങനെയാണ്, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ് സെക്സ് ചെയ്തില്ല, അപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ പോലും സെക്സ് ചെയ്യാണ്ട് നിൽക്കരുത്, 9 മാസവും സെക്സ് ചെയ്യണം എന്നൊക്കെയാണ് ഇവള് ധരിച്ചു വെച്ചിരിക്കുന്നത്. സെക്സ് പ്രഗ്നൻസി ടൈമിൽ ചെയ്യണോണ്ട് കുഴപ്പമില്ല, ആദ്യത്തെ 3 മാസം ലാസ്റ്റത്തെ ഒരു 2 മാസം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കൂടുതൽ ഹാർഡായിട്ടൊന്നും ചെയ്യരുത് എന്നൊക്കെയുള്ളൂ. പക്ഷേ സെക്സ് ചെയ്യാം, ചില പൊസിഷൻസ് ഒക്കെ ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വേറൊരു രീതിയിലേക്കായിരുന്നു. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് ആരാ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എല്ലാ ദിവസവും സെക്സ് ചെയ്തെങ്കിൽ മാത്രമേ ഹസ്ബൻഡിന് സ്നേഹമുള്ളൂ എന്നുള്ളത്? അപ്പോൾ ഹസ്ബൻഡിനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഹസ്ബൻഡിനും സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് ഞാൻ സെക്സ് ചെയ്യാഞ്ഞത് പ്രഗ്നൻസി ടൈമിൽ, അല്ലാണ്ട് അവളോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല. ഈ ഡേറ്റ് അവൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെയാണ്. എൻ്റെ ഓരോ വർക്ക് പ്രഷറും ടെൻഷനൊക്കെ ആകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും സെക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾ എത്ര ഫ്രീക്വൻസിയിൽ സെക്സ് ചെയ്യുന്നുണ്ട്? അപ്പോൾ പറഞ്ഞു, ആഴ്ചയ്ക്ക് ഒരു 2-3 വട്ടം എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നോർമലാണ്, 80% ആൾക്കാരും ആഴ്ചയ്ക്ക് ഒരു 2-3 വട്ടം ചെയ്യുന്നതാണ് ഒരു നോർമലായിട്ടുള്ള റൂട്ടീൻ. ഒരു 20% ആൾക്കാരുണ്ട്
ഒരു 20-25% ആൾക്കാർ മാക്സിമം ഉണ്ട് ഡെയിലി സെക്സ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണിയും തിരക്കും ജോലിയും വീട്ടുജോലിയും പുറത്തത്തെ പണിയും. ഈ സെക്സ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഓക്കെ ആവണം. നമ്മളെ മൈൻഡിൽ എന്തൊക്കെയോ ടെൻഷനൊക്കെ വെച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് സെക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മൈൻഡ് ഓക്കെ ആയിട്ടുള്ള ദിവസങ്ങളിലേക്കും സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിലേക്കൊക്കെയാണ് സെക്സ് ചെയ്യുക. അല്ലാതെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേഗം ചെയ്ത് ഫോർപ്ലേ ഒന്നും ചെയ്യാതെ ഇതെന്തോ ചടങ്ങ് കഴിക്കുന്ന പോലെ എല്ലാ ദിവസവും എനിക്കിങ്ങനെ സെക്സ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ എന്നുള്ള അങ്ങനത്തെ ഒന്നും കാര്യങ്ങളില്ല. അങ്ങനെയുള്ള കുറേ കേസുകൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ഡെയിലി ഭാര്യേനെ പ്ലഷറബിൾ ആക്കാതെ ഫോർപ്ലേ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്തിങ്ങാട്ട് അവരുടെ കാര്യം കഴിഞ്ഞ് വൈഫിന് എന്തെങ്കിലും ആവുന്നുണ്ടോ പ്ലഷർ കിട്ടുന്നുണ്ടോ എന്ന് വരെ നോക്കാതെ പിന്നെ ഒരു ആഫ്റ്റർ സെക്സ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാതെയൊക്കെ ഉള്ള സെക്ഷൽ ആക്ടിവിറ്റി ചെയ്തതൊക്കെ ആയിട്ടുള്ള കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഉള്ള ഒരു യൂത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ആഫ്റ്റർ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം, സെക്സിന് ശേഷം ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അധിക ആണുങ്ങളും പെണ്ണുങ്ങളും സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോഴാണ് മനസ്സ് തുറന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുക. ഇതൊക്കെ ഞാൻ ഞങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സാധനങ്ങൾ ഓപ്പണായിട്ട് ജഡ്ജ്മെൻറ്റിലല്ലാതെ കേട്ട് നിൽക്കുകയും പറയാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ആഫ്റ്റർ സെക്സ് ടൈം. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ ഫോർപ്ലേ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോർപ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് ചെയ്ത് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കാൻ മടി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് ഒരു എഫേർട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഫോർപ്ലേ ചെയ്ത് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് ഫോർപ്ലേ ചെയ്യുക, ചോദിച്ച് മേടിക്കുക എന്നുള്ള പോലെ ഇങ്ങനെ ചെയ്തരോ അങ്ങനെ ചെയ്തരോ എന്ന് ചോദിക്കുന്നതിലൊന്നും കപ്പിൾസിൻ്റെ ഇടയിൽ ഒരു മടിയും പാടില്ല. അപ്പോൾ ഈ ഒരു കേസ് ഡയറിയിൽ ഇവൾ ധരിച്ചു വെച്ചത് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാത്തത് കൊണ്ടും പ്രഗ്നൻസി ടൈമിൽ ചെയ്യാത്തത് കൊണ്ടും ഇവന് വേറെന്തോ അഫെയർ ഉണ്ടോ, ഇവന് എന്നോട് സ്നേഹമില്ലായിട്ടാണോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ത്രൂ ഔട്ട് ഇഷ്യൂസ്. ഒരു 5-6 വർഷമായിട്ട് ഫുള്ള് കച്ചറായി ഇതിൻ്റെ മേലെ അടിപിടിയൊക്കെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ അടുത്ത് ഈ കേസ് വരുന്നത്. അടുത്തൊരു കേസ് ഡയറിയിലേക്ക് പോവാം. ഈ കേസിൽ നല്ല റിലീജിയസ് ആയ മതപരമായിട്ടുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓക്കെ, ഇതിൽ ഹസ്ബൻഡ് വളരെ ഭംഗിയിൽ ഒരു ദിവസം ഇവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തും കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടും കൊടുത്തു. പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ബാക്കും ഫ്രണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആണുങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ ഇവൾ കുറച്ച് മെലിഞ്ഞൊരു കുട്ടിയാണ്. ഇവൾക്ക് ആകെ ഇത് ഭയങ്കര നെഗറ്റീവായി. ഇയാൾ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു. ഇയാൾ ഭയങ്കര ദീനിയാണ്, ഭയങ്കര നിസ്കാരവും ഓത്തും പള്ളിയും അങ്ങനെ നടക്കുന്ന ഒരാൾ. അപ്പം ഇവൾക്ക് ആകെ പിന്നെ ഡിപ്രഷനായി. അങ്ങനെ ഇവളുടെ വീട്ടുകാരാണ് ഇവളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവൾ ഭയങ്കര റിലീജിയസ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണുക പോലും വേണ്ട, നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് തന്നാളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ച. പക്ഷേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇവൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവളുടെ മൈൻഡ് മൊത്തം മാറി. അതായത് അവൾ എന്നോട് പറഞ്ഞത്, മാഡം ഈ പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ബ്യൂട്ടി അല്ലല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ബ്യൂട്ടി അല്ലേ അവർ കാണേണ്ടത്, നമ്മുടെ ശരീരത്തിൻ്റെ ബ്യൂട്ടി അല്ലല്ലോ നമ്മൾ കാണേണ്ടത് എന്നൊക്കെയുള്ള സാധനങ്ങൾ അവൾ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, എത്ര തന്നെ മതപരമായ സാധനമായാലും ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എന്തൊക്കെ മതത്തിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മതം നോ പറഞ്ഞിട്ടുള്ള പല രീതിയിലേക്കുള്ള സെക്ഷൽ പ്രാക്ടീസുകളും ഇപ്പോൾ ആനൽ സെക്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ മതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങൾ ാണെന്ന് പറയപ്പെട്ട സാധനമാണ്. അതൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നും ഇതേപോലെ അവളെ നോക്ക് ഇവളെ നോക്ക് അവൻ്റെ കാല് നോക്ക് ഇവളെ തൊട നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കപ്പിൾസ് പറയുമ്പോൾ പെൺകുട്ടികൾ അതിനെ ചിരിച്ചുകൊണ്ട് നല്ല എന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, അത് ഭയങ്കരമായി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ പറയാം. അപ്പോൾ ഇവക്ക് അറിയില്ല ആക്ച്വലി ഇങ്ങനെ പറയുന്നത് ഒരു നോർമലായ കാര്യമാണ് എന്നുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് കപ്പിൾസ് വന്ന് പറയുന്നുണ്ട്, നിനക്ക് കുറച്ചും കൂടെ ബ്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെന്ന് എത്രയോ ഹസ്ബൻഡുമാർ ഭാര്യനോട് പറഞ്ഞിട്ടുള്ളതായിട്ട് ഒരുപാട് കേസുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യമാരൊക്കെ ഇതങ്ങോട്ട് എടുത്തങ്ങോട്ട് ടെൻഷൻ അടിച്ച് മരിക്കാനായിരുന്നു എന്നെങ്കിൽ അങ്ങനെ നിൽക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ തൻ്റെ കോൺസെപ്റ്റുകൾ പറയും. ഇങ്ങനെയുള്ള കുട്ടീനാണ് ഇത്ര മുടി വേണം, ഇങ്ങനെ മുടി കട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് കുറേ മുടി ഉള്ളതാണ് ഇഷ്ടം, ഇവളുടെ മുടി കൊഴിച്ചിലുണ്ട്
ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ മുടിയൊക്കെ പഴയ പോലെ അല്ലേ ഇപ്പോൾ പോയി എന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡുമാർ ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കില്ല നിൻ്റെ മുടി പോയതിനെ കൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വേറെ പെണ്ണിൻ്റെ വയറ്റാലെ പോകുന്നതായിരിക്കില്ല ഇവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒരു സങ്കടം പോലെ നിനക്ക് നല്ല മുടി ഉണ്ടായിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു, അത് വിചാരിച്ച് മുടി പോയത് കൊണ്ട് നീ തീരെ ഭംഗിയില്ല, നിന്നിപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്നൊരു അർത്ഥം നിങ്ങൾ അതിന് കാണാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെ അർത്ഥം കണ്ടുകൊണ്ട് ഇതേപോലത്തെ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ നാട്ടുനടപ്പുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. എത്ര റിലീജിയസ് ആയാലും ഇതൊക്കെ കോമൺ ടോക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നാട്ടിൽ എന്തൊക്കെ ഈ സെക്സിൻ്റെ കാര്യങ്ങൾ ആരോടും പറയൂലല്ലോ. ആർക്കും പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ പറയലുണ്ട്, അപ്പോൾ ആ ഫ്രണ്ട് പറയണം മൂപ്പരും ഇങ്ങനെ പറയലൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കൊരു സമാധാനം, അത് ശരി, അങ്ങനെ ഇപ്പം എല്ലാവരും പറയണ കാര്യമല്ലേ, കോമൺ, എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല. ഇങ്ങനെ പറയണമെങ്കിൽ നമ്മളിത് ആരോടെങ്കിലും പോയി പറയണ്ടേ, ഷെയർ ചെയ്യണ്ടേ? സ്വന്തം സിബ്ലിങ്സിൻ്റെ അടുത്ത് പോലും നമ്മുടെ ബെഡ്റൂം സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൽ സാധനങ്ങൾ ആരോടും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിക്കാനോ പറയാനോ പോവാതെ എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ വജനസ്മസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് പേടി കാരണം നടക്കാൻ പറ്റില്ല. അതായത് വജൈനയിലേക്ക് പെനൈസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കേസുകൾ, ഇപ്പോൾ ഈ ആഴ്ചയും കൂടി ഒരു 3-4 കേസ് ഞാൻ കണ്ടതാണ്. വജനസ്മസ് സെക്സ് ചെയ്യാൻ പേടി കാരണം 10 വർഷവും 5 വർഷവും 8 വർഷവും ഒക്കെ ആയിട്ട് സെക്സ് ഇതുവരെ ചെയ്തിട്ടില്ല അവർ കല്യാണം കഴിഞ്ഞിട്ട്. വിചാരിക്കും എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ അത് ചെയ്യാൻ പറ്റാത്ത, പെണ്ണ് വിചാരിക്കും അവൾക്ക് എന്തോ ഹോളില്ല, എനിക്ക് അവിടെ ഒരു ഹോളേ ഇല്ല എന്നൊക്കെ പറയും ചിലപ്പോൾ. പേടി കാരണം പണ്ടെപ്പോഴോ പേടിച്ച് ചോര വരും, നടക്കാൻ പറ്റില്ല, വേദനയാവുന്നൊക്കെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് പേടിച്ച് പോയതിൻ്റെ ശേഷമാണ് ഇങ്ങനത്തെ വജനസ്മസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഇത്രയും 8 വർഷം 10 വർഷമൊക്കെ സെക്സ് ചെയ്യാതെ ഇവരാരോടും പറയാണ്ട് നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴോ സെക്സ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും, കുട്ടിയായിട്ടുണ്ടാവും. അതിനെക്കൊണ്ട് കുറേ ട്രോമയും മരട്ടൽ ഡിസ്കോർഡുകളും കുട്ടിയില്ലാത്ത സങ്കടം, ഡിപ്രഷൻ, വേറെ ഇങ്ങനത്തെ കേസുകളും ഒരുപാട് വരാറുണ്ട്. അപ്പം ഞാനിന്ന് ഒരുപാട് കേസുകളുടെ ചെറിയ ചെറിയ കഷ്ണം പോയിന്റ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയം കറക്റ്റ് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നാലും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ കേസ് ഡയറീസിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ വിചാരിക്കുന്നത് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു കുട്ടി ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു സമയത്തിൽ തൊട്ട് തന്നെ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തൊട്ട് മുന്നേ പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് ചെയ്ത് അതിൽ ഒരു ഭാഗമാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ. പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിപ്പിക്കലല്ല, പ്രീ മെറൈറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് സെക്സ്. അപ്പോൾ മാരേജ് ആൻഡ് സെക്സ്, മാരേജ് ആൻഡ് ഫിനാൻസ്, മാരേജ് ആൻഡ് ഇൻലോസ്, മാരേജ് ആൻഡ് ഇങ്ങനെ ഓരോരോ മൊഡ്യൂൾസുകളാണ്. ഒരു 5-8 മൊഡ്യൂൾസുകൾ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് കാണിക്കണം, ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 പേരും ഏർണിംഗ് ആണ്, ഞാനും എൻ്റെ ഭർത്താവും ഏർണിംഗ് ആണ്. പക്ഷേ എനിക്കൊരു സാധനം എൻ്റെ പൈസയിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണോ, ഞാൻ എൻ്റെ പൈസക്ക് എനിക്ക് മേടിക്കുന്നതുകൊണ്ട് എനിക്കെന്താ? അങ്ങനെയല്ല. നമ്മളൊരു കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ പൈസ എന്നൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു സാധനം മേടിക്കാൻ വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ ആയാലും ഭർത്താവായാലും ഒരുമിച്ച് ഒരു പെട്ടിയിലേക്ക് പൈസ ഇട്ടുകൊണ്ടിട്ട് ഒരുമിച്ച്, അല്ലെങ്കിൽ നമുക്ക് ധാരണയിലെത്താം, എൻ്റെ പൈസ നമുക്ക് സേവ് ചെയ്യാം, നിങ്ങളെ പൈസയ്ക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ കഴിയാം, നിങ്ങളെ പൈസയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പൈസ സേവ് ചെയ്യുക, ഒരാളുടെ പൈസ എന്തായാലും മ്യൂച്വലായിട്ട് തീരുമാനിച്ചുകൊണ്ട് വേണം. ഞാൻ ഏർണിംഗ് ആണ്, എനിക്ക് പൈസ ഉണ്ട്, അതിനെക്കൊണ്ട് എനിക്ക് തോന്നിയ പോലെ നടക്കും ചെയ്യും, എൻ്റെ പൈസക്കല്ലേ ഞാനത് വാങ്ങിക്കൊടുത്ത്, അങ്ങനത്തെ സാധനങ്ങളൊന്നും കപ്പിൾ ലൈഫിൽ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മാരേജിന് ശേഷം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സിനെയാണ് പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷനും പ്രീ മെറൈറ്റൽ ക്ലാസ്സും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എവിടെയാണോ സൈക്കോളജിസ്റ്റ് ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ളത് നോക്കിയിട്ട് ഒരാൾ കല്യാണം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കുട്ടിയോ നിങ്ങളുടെ ഫ്രണ്ടോ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തേക്ക്, അതാണ് നല്ലത്. ഈ പ്രീ മെറൈറ്റൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുറേ കുട്ടികളിൽ ഈ മെറൈറ്റൽ ഇഷ്യൂസ് ഇല്ലാത്തതായിട്ട് പഠനങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഈ ഒരു ക്ലാസ്സും കിട്ടാത്ത, സെക്ഷൽ എഡ്യൂക്കേഷൻ്റെയും പ്രീ മെറൈറ്റലിൻ്റെയും ക്ലാസ് കിട്ടാത്ത ആൾക്കാർ തമ്മിൽ ഉണ്ടാവുന്ന മാരേജിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഈ ക്ലാസ് കിട്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മളെ ജീവിതം തന്നെ രക്ഷപ്പെടുമെങ്കിൽ ആ ഒരു 3-4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തൂടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട്? ഈ ക്ലാസ് കിട്ടിയ ആൾക്കാരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരാം.